ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ബൗൺസ് എന്ന് പറയുന്ന കുറേ എക്സൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലത്താണ്. ട്രാംപോലിൻ പാർക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മുംബൈയിലെ ഇൻഫിനിറ്റി മോളിന്റെ 4th ഫ്ലോറിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഞാൻ ജിമ്മിലൊക്കെ പോയി മേലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുറേ നാളായി. അപ്പൊ ഒന്ന് ചാടാന്ന് കരുതിയിട്ട് വന്നേ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. നമ്മൾ പോയ സമയത്ത് അങ്കിളുമാരൊക്കെ ഉണ്ടായിരുന്നു. എത്ര വലുതെന്ന് പറഞ്ഞാലും എല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടിത്തം ഇല്ലേ, അത് പുറത്ത് വരെ എവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നിന്ന് ചാടാൻ നല്ല രസമാണ്. പക്ഷെ എന്നെയും കൊണ്ട് ഒറ്റയ്ക്ക് ചാടാൻ പറ്റിയില്ല. പിന്നെ ആ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്ത് തള്ളിയിടുമായിരുന്നു. പക്ഷെ എന്റെ കസിൻ ഒറ്റയ്ക്ക് ചാടി കേട്ടോ. 1100 rupees തൊട്ടാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. നമ്മൾ 2 hours ആണ് എടുത്തത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇവരുടെ കയ്യിൽ നിന്ന് സോക്സും കൂടി മേടിക്കണം. അതിന് 100 രൂപയാണ്. പിന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറേ സംഭവത്തിൽ കൂടി ഇങ്ങനെ കറങ്ങി 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 വന്ന് വേറെ എൻഡിലെത്തുന്ന ഒരു പരിപാടി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് എനിക്കറിയത്തില്ല. ആ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ശരിക്കും എന്തോ ഒരു അടിപൊളി ഫണ്ണാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഇവിടേക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും പോയി ഇത് അറ്റൻഡ് ചെയ്യണം. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ കാല് മുറിഞ്ഞത് എപ്പോഴാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവളുടെ കൈയും മുറിഞ്ഞു, എൻ്റെ കാലും മുറിഞ്ഞു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല മുറിഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിയർത്തപ്പോൾ എന്തോ നീറ്റിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് കാല് മുറിഞ്ഞിരിക്കുവാണെന്ന്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ട് ഗൈസ്. ഇവിടുന്ന് ഞാൻ ഇറങ്ങി കഴിഞ്ഞ് നേരെ കഫേയിലാണ് പോയത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് മേടിച്ച് പോണ്ടല്ലോ 209 രൂപയായി. ഉയ്യോ, 60 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്ന സാധനം ഞാൻ 250 രൂപയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് റിഗ്രറ്റൊക്കെ അടിച്ചു. പിന്നെ ഞാൻ ആ ദാഹത്തിൻ്റെ പുറത്ത് അതങ്ങ് കുടിച്ചിട്ട് ഞാൻ നേരെ വോൾ ക്ലൈമ്പിങ്ങിന് പോയി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലുലു മോളിൽ ഇത് കാണുമ്പോൾ ഗൈസ് നമുക്ക് ചെയ്യാമെന്ന്. പക്ഷെ അവരാരും വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനതങ്ങ് മുതലെടുത്തു. ഇനി അപ്പം നമുക്ക് അവന്മാരെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ സമയത്തും ഈ സംഭവത്തിൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് അടിപൊളി സാധനമാണ് ഗൈസ്. ചാടിയിട്ട് എനിക്ക് മതിയായിട്ടില്ല. ഇങ്ങനെ ചാടി ബാസ്കറ്റ് ബോൾ കളിക്കാനൊക്കെ അടിപൊളിയാണ് ശരിക്കും. ഫുൾ ടൈം ഇങ്ങനെ അവിടുന്ന് വരുന്നു, ഇവിടെ ചാടുന്നു, അപ്പുറത്തുനിന്ന് വരുന്നു, ഇവിടെ ചാടുന്നു, ഇങ്ങനെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു എന്ന് പറഞ്ഞ സംഭവമായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മുടെ 2 hours വൈബ് അറ്റൻഡിങ് കഴിഞ്ഞു.